അല്ല, അവരുടെ മാത്രം ഉത്തരവാദിത്വമല്ല. കാരണം ഇത് ആവശ്യപ്പെടുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം, ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ ഇത് നിർവഹിച്ചിട്ടുണ്ടോ, അവർ പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വവും ജില്ലാ ഭരണകൂടത്തിനുണ്ട്. അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും ഈ കാര്യത്തിൽ ഈ സർക്കാർ നൽകിയ നിർദ്ദേശം ഇപ്പോൾ 20-ാം തീയതി സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ്? ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ ജില്ലാ കലക്ടറുടെ നടപടിക്രമ പ്രകാരമുള്ള ഉത്തരവുണ്ട്. ആ ഉത്തരവ് വളരെ കൃത്യമായി പറയുന്നു, നിലവിൽ അപകട സാധ്യതയുള്ള രീതിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന മണ്ണിൻ്റെ അളവ്, സ്ഥാനം, അപകട സാധ്യത എന്നിവ അടിയന്തരമായി വിലയിരുത്തി ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് കൃത്യമായി 20-ാം തീയതിയുള്ള ഉത്തരവിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യുന്നവരെ താൽക്കാലിക സംരക്ഷണ നടപടിയായി റീറ്റൈനിങ് സംവിധാനങ്ങൾ, മണ്ണൊലിപ്പ് പ്രതിരോധ മാർഗ്ഗങ്ങൾ, ടാർപോളിൻ, ജിയോ ടെക്സ്റ്റൈൽ ആവരണം, ഡ്രെയിനേജ് സൗകര്യങ്ങൾ എന്നിവ ഏർപ്പെടുത്തി മണ്ണിടിച്ചിൽ തടയണം, അല്ലെങ്കിൽ മണ്ണൊലിപ്പ് തടയണം എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വിഷ്വലിൽ കണ്ടാൽ അറിയാം, ബാക്കിയുള്ള മണ്ണിൻ്റെ മുകളിൽ കുറേ ടാർപോളിൻ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതായത് അത്തരം ചില നടപടിക്രമങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പക്ഷേ ജൂൺ 25-ാം തീയതി ചേർന്ന പദവി പ്രദേശം സന്ദർശിച്ച ശേഷം പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ കൊങ്കൺ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ, കരാറുകാർ എന്ന് പറഞ്ഞാൽ മറ്റേ കമ്പനിയുടെ പേര് DBL അല്ലേ, ദിലീപ് ബിൽകോൺ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ അധികൃതർ, അവരെല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു പോയിൻ്റുണ്ട്. ആ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട, ശക്തമായ മഴയുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശത്ത് എല്ലാ ദിവസവും മഴയുടെ അളവ് നിരീക്ഷിക്കുകയും അത് 250 മില്ലിമീറ്റർ അളവിൽ കൂടുതലായാൽ എല്ലാ പ്രവൃത്തിയും നിർത്തിവെക്കാനും തീരുമാനിച്ചു. അതായത് ഇവിടുത്തെ പരിസ്ഥിതി ലോലമായ പ്രദേശമാണ് എന്ന് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. മഴയുടെ അളവ് എല്ലാ ദിവസവും നിരീക്ഷിക്കണം. അതിനായിട്ട് ഇന്ന കമ്മിറ്റികൾ, ഇന്ന വകുപ്പുകൾ നിയമിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചായിരിക്കണം പിന്നീട് നിർമ്മാണ പ്രവൃത്തികൾ തുടരണമോ ബാക്കി കാര്യങ്ങൾ വേണമോ എന്നൊക്കെ കൃത്യമായി ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പം മഴയുണ്ടാകുമെന്ന് നമുക്കറിയാം, ചില കാലത്ത് വെയിലാണെന്നറിയാം, കാലാവസ്ഥ പല രീതിയിൽ കേരളത്തിൽ മാറി മറിയുമെന്നറിയാം. അപ്പോൾ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും, അതായത് പ്രകൃതിയെ കീറിമുറിച്ചുകൊണ്ടുള്ള എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഇത്. കാരണം ഇത് വയനാട്ടിലെ മണ്ണ് എത്രത്തോളം ഫ്രജൈലാണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഈ പറയുന്ന ചൂരൽമലയായാലും മുണ്ടക്കയായാലും അതിനു മുമ്പ് പുത്തുമലയിലായാലും ഒക്കെ എവിടെയൊക്കെ ആണെങ്കിൽ തന്നെയും ഇതുപോലെ ഈ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടലൊക്കെ എത്ര പെട്ടെന്നാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. മഴയുടെ അളവ് കൂടുന്തോറും ആ അപകട സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് വലിയ രീതിയിൽ മണ്ണിടിച്ച് അവിടെ തുരങ്കമുണ്ടാക്കാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്നു. അതിൻ്റെ ഭാഗമായി എടുത്ത മണ്ണുകളെല്ലാം ഒരു സ്ഥലത്ത് ഹ്യൂജായി കൂട്ടിയിടുന്നു. അപ്പോൾ അത് എങ്ങനെ പരിപാലിക്കണം, എങ്ങനെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരുക്കണം എന്നുള്ള കൃത്യമായ ഒരു 15 നിർദ്ദേശമാണ് 25-ാം തീയതിയിലെ യോഗത്തിൽ നൽകിയിരിക്കുന്നത്. ഈ 15 നിർദ്ദേശം വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ജില്ലാ ഭരണകൂടവും അതോടൊപ്പം ദുരന്ത നിവാരണ അതോറിറ്റി വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ള. ആ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത കൂടി ഇവർക്കുണ്ടായിരുന്നു. കരാർ കമ്പനി കൊങ്കൺ റെയിൽവേ ഒക്കെ അത് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ളൊരു ബാധ്യത ജില്ലാ ഭരണകൂടത്തിനും ദുരന്ത നിവാരണ അതോറിറ്റിക്കും ഉണ്ടായിരുന്നു. ആ ബാധ്യത അവർ നിർവഹിച്ചോ എന്നുള്ളതിന് കൂടി അവർ ഉത്തരം പറയണം. അതല്ലാതെ ഇത് കമ്പനി ചെയ്തില്ല എന്ന് പറഞ്ഞ് ഈ ഉത്തരവ് എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ കൈയൊഴിയുക എന്നുള്ളത് നടപ്പിലായ കാര്യമല്ല. നേരെ മറിച്ച് ഇത് പാലിക്കപ്പെടുന്നുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്.